എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണം. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് ആർക്കും പറയാനും വയ്യ. ഒരുപാട് സെലിബ്രിറ്റീസ്, ഡയറക്ടേഴ്സ് വരെ എൻ്റെ സ്റ്റുഡൻസ് ആണ്. പക്ഷെ അവരെല്ലാവരും അനോണമസ് ആയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്, ആരും അറിയരുത്. മലയാളികൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയെ കാണുന്നതെന്ന് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആയിട്ട് മാത്രമല്ലല്ലോ, ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. ഇപ്പം നമ്മൾക്ക് എത്ര അറിവുണ്ടെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കാം, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മലയാളിക്ക് സ്വയം തോന്നുന്ന ഒരു ഇൻഫീരിയോറിറ്റി അതൊക്കെ. അപ്പൊ മലയാളം എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയെ കാണുന്നത്? ആക്ച്വലി രണ്ട് ഡിഫറെന്റ് സൈഡ് ഉണ്ട്. ഒന്ന് ജാടയാണ്, വലിയ ആളാണെന്നൊക്കെ പറയും ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാര്. പക്ഷെ അത് ജാടയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ആക്ച്വലി ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. കാരണം നമ്മൾ ഇംഗ്ലീഷ് അറിയുകയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളടുത്ത് വരും. ഡോർസ് ഓപ്പൺ ആവും നമുക്ക് വേണ്ടിയിട്ട്. പുറത്ത് ചെന്ന് ജോലി ചെയ്യാനാണെങ്കിലോ ഇവിടുന്ന് പ്രൊമോഷൻ നേടാനാണെങ്കിലോ ഇംഗ്ലീഷ് ഈ ഒരു കാലത്തിൽ എന്തായാലും ഒരു ഗ്ലോബൽ വേൾഡ് ആണല്ലോ. സോ ഇറ്റ്സ് വെരി വെരി നെസസറി. സോ എൻ്റെ ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മൈൻഡ് ഒന്ന് ഓപ്പൺ ആക്കുവാണെങ്കിൽ നമ്മൾ ഡെയിലി ഒരു ഇംഗ്ലീഷ് മൂവി കാണാൻ പോകുമ്പോഴോ യൂട്യൂബ് വീഡിയോ കാണാൻ പോകുമ്പോഴും അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. ഇമിറ്റേഷൻ ടെക്നീക്ക് ഉണ്ട്. ലൈക്ക് അവർ പറയുന്ന അതേ രീതിയിൽ കോപ്പി അടിച്ച് പറയാൻ ശ്രമിക്കാം. അത് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്ന ആൾക്കാർ അങ്ങനെയാണ് പഠിച്ചത്, അല്ലാതെ ക്ലാസ്സസ് ഒന്ന് പോയിട്ടല്ല. സോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ്. പക്ഷെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആവണം, നമ്മളുടെ എഫർട്ട് ഇടാൻ തയ്യാറാവണം, ഡെഡിക്കേറ്റഡ് ആവണം, മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അപ്പം അത് മാത്രമല്ല ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ആദ്യം പറയുന്നത്, നിങ്ങൾ തയ്യാറാണെങ്കിൽ എഫർട്ട് ഇടാൻ അപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ബിക്കോസ് നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നത്. സോ എന്തായാലും മോട്ടിവേഷൻ തരാനും നല്ലപോലെ പഠിപ്പിക്കാനും ഞാനുണ്ടാവും. ബട്ട് യു ഹാവ് ടു ബി റെഡി ടു ടേക്ക് ദാറ്റ് സ്റ്റെപ്പ്. ഓക്കെ. മലയാളികൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറച്ച് പേർക്ക് ജാടയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ മലയാളികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനും ഒരുപാട് ആഗ്രഹമുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? ഇംഗ്ലീഷ് അറിയണം എന്ന്? അബ്സല്യൂട്ട്ലി. കാരണം ഒരുപാട് ലൈക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ. എല്ലാവർക്കും പുറത്ത് ചെന്ന് ജോലി ചെയ്യണം, അതും കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണം. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് ആർക്കും പറയാനും വയ്യ. ഒരുപാട് സെലിബ്രിറ്റീസ്, ഡയറക്ടേഴ്സ് വരെ എൻ്റെ സ്റ്റുഡൻസ് ആണ്. പക്ഷെ അവരെല്ലാവരും അനോണമസ് ആയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്, ആരും അറിയരുത്. അങ്ങനെ ഒരു അങ്ങനെ ഒരു നാണക്കേടുണ്ട്. സോ ഒരു ലൈഫ് ടൈം സ്റ്റുഡൻറ് ആവാന്നുള്ള ഒരു എവ്രിബഡി ഷുഡ് ഹാവ് ദാറ്റ് മെൻറ്റാലിറ്റി. എന്താണ് പ്രശ്നം? എത്ര വയസ്സായാലും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ യങ്സ്റ്റ് സ്റ്റുഡൻറ്റ് 5 വയസ്സും എൻ്റെ ഓൾഡസ്റ്റ് സ്റ്റുഡൻറ്റ് 75 years old ആണ്. അവരൊക്കെ എന്ത് ധൈര്യത്തോടാണ് 75 years ഫൈനലി അവരെന്തിനാ ഇംഗ്ലീഷ് പഠിക്കുന്നത്? അവരുടെ കുട്ടികളെ വളർത്തി പഠിപ്പിക്കാൻ, അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനെ ഇംഗ്ലീഷ് സംസാരിച്ച് വളർത്താനാണ്. അപ്പം ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് ലേണിംഗ് അല്ലേ? സോ അങ്ങനെ ധൈര്യം വരട്ടെ എല്ലാവർക്കും.